കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് പ്രത്യേകിച്ച് KSRTCയിൽ സമീപകാലത്ത് സംഭവിച്ച മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. ഒരു കാലത്ത് കടുത്ത നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്ന കോർപ്പറേഷൻ ഇന്ന് ലോകപരമായ പാതയിലേക്ക് തിരിഞ്ഞതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു. ഈ മാറ്റത്തിന് പിന്നാലെ യാത്രക്കാർക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന പുതിയ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പുതിയ ബസ്സുകൾ, മികച്ച സർവീസുകൾ, അത്യാധുനിക ബസ് സ്റ്റേഷനുകൾ എന്നിവയുമായി യാത്രക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ കോർപ്പറേഷൻ വലിയ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാം ഫലം എന്നോണം KSRTCയിലെ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 1 ലക്ഷമായി വർദ്ധിച്ചു എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. പുനലൂരിൽ പുതിയ ബസ് സർവീസുകളുടെ ഉദ്ഘാടനവും ഡിപ്പോയുടെ നവീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയാണ് KSRTCയിലെ ഈ ചരിത്രപരമായ നേട്ടങ്ങൾ മന്ത്രി ഗണേഷ് കുമാർ പങ്കുവച്ചത്. പ്രതിദിന യാത്രക്കാരുടെ വർധനവിന് പുറമെ ചരിത്രത്തിൽ ആദ്യമായി കോർപ്പറേഷന് 1.19 കോടി രൂപ വരുമാനം ലഭിച്ചെന്ന വിവരവും അദ്ദേഹം സദസ്സിനെ അറിയിച്ചു. KSRTCയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുന്നതിൽ ഈ വരുമാന വർധനവ് ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. KSRTCയുടെ നവീകരണ പ്രക്രിയയ്ക്ക് കൂടുതൽ ഊർജം പകരുന്ന നിരവധി പ്രഖ്യാപനങ്ങളും ചടങ്ങിൽ നടന്നു. പുനലൂർ ഡിപ്പോയുടെ നവീകരണത്തിനായി 5 കോടി രൂപയാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. ഈ തുക ഉപയോഗിച്ച് ഡിപ്പോയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും യാത്രക്കാർക്ക് മികച്ച അനുഭവം നൽകാനും ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്തെ KSRTC ബസ് സ്റ്റേഷനുകളുടെ സമഗ്ര വികസനത്തിനായി സർക്കാർ ആകെ 120 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഈ ഭീമമായ തുക ഉപയോഗിച്ച് പ്രധാനപ്പെട്ട ഡിപ്പോകളെല്ലാം ആധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കും. ഈ വികസന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കൊട്ടാരക്കര, കായംകുളം, തൃശൂർ, കൊല്ലം, ആറ്റിങ്ങൽ, എറണാകുളം, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി എന്നീ പ്രധാന സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ ബസ് സ്റ്റേഷനുകൾ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട കാത്തിരിപ്പ് കേന്ദ്രങ്ങളും മറ്റ് സൗകര്യങ്ങളും ഉറപ്പാക്കും. അത്യാധുനിക സൗകര്യങ്ങളുള്ള കൊട്ടാരക്കര, കായംകുളം, ചങ്ങനാശ്ശേരി, ആറ്റിങ്ങൽ, ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡുകളുടെ പുതിയ ഡിസൈനുകൾ കഴിഞ്ഞ ദിവസം മന്ത്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അടിപൊളി ബസ്സുകൾ വരുമെന്ന് പറഞ്ഞു വന്നു. ഇനി ഇതാ അത്യാധുനിക സൗകര്യങ്ങളുള്ള ബസ് സ്റ്റേഷനുകൾ. ഡിജിറ്റൽ യുഗത്തിനനുസരിച്ച് KSRTC മാറുന്നു എന്ന് പറഞ്ഞാണ് മന്ത്രി ഈ ഡിസൈനുകൾ അവതരിപ്പിച്ചത്. നവീകരണത്തിന്റെ ഭാഗമായി പുനലൂർ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ എന്നീ ഡിപ്പോകളിൽ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പാക്കാൻ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഇത് ഡിപ്പോകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ സഹായിക്കും. ടിക്കറ്റ് ബുക്കിംഗ്, മറ്റ് ഓപ്പറേഷനുകൾ എന്നിവയെല്ലാം ഡിജിറ്റലായി മാറുന്നത് KSRTCയുടെ മുഖഛായ മാറ്റും. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിനായി പുനലൂരിലെ മലയോര പ്രദേശങ്ങളിലേക്ക് സർക്കുലർ സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സർവീസ് വിജയമായാൽ മറ്റ് കൂടുതൽ പ്രദേശങ്ങളിലേക്കും സർക്കുലർ സർവീസുകൾ വ്യാപിപ്പിക്കാൻ കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നുണ്ട്. കിഴക്കൻ മലയോര പ്രദേശങ്ങളിലെയും തീരദേശത്തുള്ള യാത്രക്കാർക്കായി കൂടുതൽ മിനി ബസ് സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. ഇടുങ്ങിയ വഴികളും ഉൾപ്രദേശങ്ങളിലും മിനി ബസ്സുകൾ ഉപയോഗിക്കുന്നത് യാത്രാക്ലേശം കുറയ്ക്കൽ സഹായകമാകും. പുതിയ സർവീസുകളും നിലവിലുള്ള സർവീസുകളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിരവധി പുതിയ സർവീസുകൾ തുടക്കമിട്ടിട്ടുണ്ട്. പുനലൂർ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് സർവീസ്, പുനലൂർ ടൗൺ സർക്കിൾ സർവീസ്, പുനലൂർ മൂന്നാർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് എന്നിവയാണ് പുതുതായി ആരംഭിച്ചവയിൽ പ്രധാനം. കൂടാതെ കുളത്തൂപ്പുഴ, ആര്യങ്കാവ് ഡിപ്പോകളിൽ നിന്ന് ആരംഭിക്കുന്ന പ്രാദേശിക സർവീസുകൾ ഉൾനാടൻ ഗ്രാമങ്ങളിലെ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാവും. പൊതുഗതാഗത സൗകര്യമില്ലാത്ത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ പ്രാദേശിക സർവീസുകൾക്ക് സാധിക്കും. യാത്രക്കാർക്ക് മാത്രമല്ല KSRTCയിലെ ജീവനക്കാർക്കും നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ മന്ത്രി പ്രഖ്യാപിച്ചു. ജീവനക്കാർക്കായി 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കി. കോർപ്പറേഷന്റെ നട്ടലായ ജീവനക്കാർക്ക് ഇത് വലിയ ആശ്വാസമാകും. ഡിപ്പോകളിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനുമായി എല്ലാ ഡിപ്പോകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഇത് മോഷണം, ക്രമക്കേടുകൾ എന്നിവ തടയാനും ക്രമസമാധാനം ഉറപ്പാക്കാനും സഹായിക്കും. ജീവനക്കാരുടെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡിപ്പോകളിൽ ശീതീകരിച്ച വിശ്രമ മുറികൾ ഒരുക്കി. ദീർഘദൂര സർവീസ് നടത്തുന്ന ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഇത് വലിയ ആശ്വാസം നൽകും. KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കാനും യാത്രക്കാർക്ക് ടിക്കറ്റിംഗ് ലളിതമാക്കാനുമായി ആരംഭിക്കുന്ന ട്രാവൽ കാർഡ് പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 5 ലക്ഷം കാർഡുകൾ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇത് യാത്രക്കാർക്ക് പണമിടപാടുകൾ ഒഴിവാക്കി എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കും. KSRTCയിൽ പുതുതായി ആരംഭിച്ച പല സർവീസുകൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ ആവശ്യകതകൾ തിരിച്ചറിഞ്ഞ് കൃത്യസമയത്ത് കാര്യക്ഷമമായി സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ വിജയത്തിന് കാരണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി KSRTCയിൽ കൊണ്ടുവരുന്ന മാനേജ്മെന്റ് തലത്തിലുള്ള പരിഷ്കാരങ്ങളും ജീവനക്കാരുടെ കൂട്ടായ
പരിശ്രമവുമാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ. നഷ്ടത്തിൽ നിന്ന് കരകയറി ലാഭത്തിലേക്ക് എത്താൻ സഹായിച്ച ഈ പരിഷ്കാരങ്ങൾ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മാതൃകയാവുന്നതാണ്. പുതിയ ബസ് സ്റ്റേഷനുകളുടെ ആധുനിക ഡിസൈനുകൾ പങ്കുവച്ചതിലൂടെ KSRTC അതിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നുവെന്ന സന്ദേശമാണ് നൽകുന്നത്. ഈ വികസന പ്രവർത്തനങ്ങൾ KSRTCയെ കേരളത്തിലെ പൊതുഗതാഗതത്തിന്റെ നട്ടലായി നിലനിർത്തും. പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 1 ലക്ഷമായി വർദ്ധിച്ചതും വരുമാനം 1.19 കോടി രൂപയിലേക്ക് എത്തിച്ചതും KSRTCയുടെ പുനരുജ്ജീവനത്തിന്റെ വ്യക്തമായ സൂചനകളാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങളും മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങളും കോർപ്പറേഷൻ ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ പൊതുജനം.